കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ പേപ്പറായ MHI 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി ടു C 1700 to 2000 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പേപ്പറിൽ നമുക്ക് 27 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ഈ പേപ്പറിലൂടെ നമ്മൾ മെയിൻ ആയിട്ടും ഇന്ത്യയുടെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. 18ാം നൂറ്റാണ്ട് മുതലുള്ള കൊളോണിയൽ റൂള്, അതിനുശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം വരുന്ന എക്കണോമിക് പ്ലാനിങ്, എക്കണോമിക് റിഫോംസ്, ലിബറലൈസേഷൻ വരെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് പലർക്കും പല കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. എക്സാമിന് നിങ്ങൾ ഏതൊക്കെ യൂണിറ്റുകളാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, അങ്ങനെ പല ഡൗട്ട്സും നിങ്ങളിൽ ഉണ്ടാവും. ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഇനിയുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ സ്മാർട്ടായിട്ടും എഫക്റ്റീവ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും PYQUA അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനും PYQUA ഡോക്യുമെന്റും. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ എന്താണ് PYQUA അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ബേസിക്കലി PYQUA ക്രിയേറ്റ് ചെയ്യുന്നതിന് 3 സോഴ്സസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സെക്കൻഡ് വൺ ഇഗ്നോയുടെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ ആണ്. തേർഡ് വൺ 2025 to 2026 വാലിഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ്. ഈ 3 സോഴ്സസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് PYQUA നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ PYQ എന്ന് പറയുമ്പോൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025, ഡിസംബർ 2025 ഇങ്ങനെ ഇഗ്നോ നടത്തിയിട്ടുള്ള 4ഓളം വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഏതൊക്കെ യൂണിറ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്യേണ്ടത്. നമുക്ക് 27ഓളം യൂണിറ്റ്സ് ഇതിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ് ഏതാണ്, ഏതൊക്കെ യൂണിറ്റിൽ നിന്നോ ആണ് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. 27 യൂണിറ്റിനെയും 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൈ ഈൽഡ് യൂണിറ്റ്സ്, മീഡിയം ഈൽഡ് യൂണിറ്റ്സ് ആൻഡ് ലോ ഈൽഡ് യൂണിറ്റ്സ് എന്ന രീതിയിൽ. അപ്പൊ എത്രത്തോളം തവണ ഈ യൂണിറ്റുകളിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വരുന്ന സ്ലൈഡുകളിലായിട്ട് ഏതൊക്കെ യൂണിറ്റ് ആണ് 3 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തതും ഏതൊക്കെയാണ് 2 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ PYQ ഡോക്യുമെന്റിൽ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ബ്ലൂ പ്രിന്റ്സും PYQUA ഡോക്യുമെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം, അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരാന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ബ്ലൂ പ്രിന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഒരു 3 ഹവറിന്റെ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സും PYQUA ഡോക്യുമെന്റിൽ അവൈലബിൾ ആണ്. ഓരോ ആൻസേഴ്സും എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് PYQUA ഡോക്യുമെന്റിന്റെ ഭാഗമാണ്. സോ നിങ്ങൾക്കിപ്പം ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ലേണേഴ്സ് ആണെങ്കിലും അല്ല റിവിഷൻ നടത്തുന്നവരാണെങ്കിലും
നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ ഈ ഒരു ഡോക്യുമെന്റും ഇന്നത്തെ സെഷനും ഹെൽപ്പ് ചെയ്യും. ഇനി ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ പ്രയോറിറ്റി ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു സെഷനിലൂടെ കിട്ടും. നമുക്ക് സെഷനിലേക്ക് അടുക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഹൗ ടു യൂസ് ദിസ് ടെക് എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ എക്സാം പ്രിപ്പറേഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനിവിടെ 3 പാത്വേസ് ഡിസ്കസ് ചെയ്യും. അതിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഏത് സ്റ്റേജിലാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു പാത്വേ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതും. അതനുസരിച്ച് വേണം ഇനിയുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പാത്ത് 1 എന്ന് പറയുന്നത് ദ 48 hour റെസ്ക്യൂ ആണ്. എക്സാമിന്റെ ഒരു 2 days മുന്നേ പഠിക്കാനിരിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 1. ഇങ്ങനെയുള്ള ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമാണല്ലോ ഉള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അതിനുള്ളൊരു സ്ട്രാറ്റജിയാണ് പാത്ത് 1 പറയുന്നത്. സോ പാത്ത് 1 പ്രകാരം പറയുന്നത് നിങ്ങൾ PYQUA ബുക്ക്ലെറ്റിലെ സെക്ഷൻ 4 നിങ്ങൾ എടുക്കാം. സെക്ഷൻ 4 ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആണുള്ളത്. അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ യൂണിറ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന്. എക്സാമിന് എത്രത്തോളം തവണ ഈ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ യൂണിറ്റിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഹൈ ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ഉണ്ട്, മീഡിയം ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ഉണ്ട്, ലോ ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ഉണ്ട്. സോ പാത്ത് 1 ഇൻക്ലൂഡ് ചെയ്യുന്ന ലേണേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള 3 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഹൈ ഈൽഡ് യൂണിറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. യൂണിറ്റ് 3, യൂണിറ്റ് 5, യൂണിറ്റ് 11, യൂണിറ്റ് 17 ആൻഡ് യൂണിറ്റ് 26 ആണ് ഹൈ ഈൽഡ് യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത്. സോ ഈ 3 സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് പാത്ത് 2 ആണ്. ദ 2 week സ്ട്രാറ്റജി ആണ്. എക്സാമിന്റെ 2 ആഴ്ച മുന്നേ പഠിക്കാനിരിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 2 എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ഓൾമോസ്റ്റ് നമ്മളുടെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയലിലെ എല്ലാ യൂണിറ്റ്സും കവർ ചെയ്തിട്ടുണ്ടാവാം. ഇനി അവർക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള റിവിഷൻ മാത്രമായിരിക്കും ആവശ്യം. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ക് 1 തന്നെ 3 സ്റ്റാർ എന്നും 2 സ്റ്റാർ എന്നും മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ യൂണിറ്റ്സും നിങ്ങൾ കവർ ചെയ്യുക. ഇപ്പൊ സെക്ഷൻ 4 PYQUA ഡോക്യുമെന്റിലെ സെക്ഷൻ 4 ആൻഡ് സെക്ഷൻ 5 ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾ നോക്കിയിരിക്കണം. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓരോ യൂണിറ്റും ഈ 3 സ്റ്റാർ ആൻഡ് 2 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ യൂണിറ്റും നന്നായിട്ട് തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾ കവർ ചെയ്യാം. ദെൻ പാത്ത് 3 എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് അപ്രോച്ച് ആണ്. SLM ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഇനിയും നല്ല മാർക്ക് എക്സാമിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 3. സോ നിങ്ങൾ ഈ ഒരു നമ്മളെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയലും മറ്റ് കണ്ടന്റ്സും ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ധാരണ ഉണ്ടാക്കി വെക്കുക. പഠിച്ചിട്ടുള്ള ഓരോ യൂണിറ്റും നിങ്ങൾ റിവൈസ് ചെയ്യാം. ഇതാണ് 3 പാത്വേസ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പാത്വേ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിലേക്കാണ് കിടക്കുന്നത്. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള കീ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 100 മാർക്സ് വരുന്നത്. ഡ്യൂറേഷൻ 3 hours ആണ്. യൂഷ്വലി 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പറിനെ 2 സെക്ഷൻ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 1 പൊതുവെ പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ ഇക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. സെക്ഷൻ 2 ഇൻഡസ്ട്രി, ലേബർ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാം. Question number 1 to question number 4 and question number 5 to question number 9 എന്ന് പറയുന്നത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ 1 to 4 ആൻഡ് 5 to 9 ക്വസ്റ്റ്യൻസിനൊക്കെ 20 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ലോങ് എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. ദെൻ സെക്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ 5ഉം സെക്ഷൻ 2 ക്വസ്റ്റ്യൻ നമ്പർ 10ഉം ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് 4 ഓപ്ഷൻസ് തരും. അതിൽ നിന്നും ഏതെങ്കിലും 2 ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിന് ഷോർട്ട് നോട്ട് ആണ് എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 2 ഷോർട്ട് നോട്ട് കൂടെ എഴുതുമ്പോൾ 20 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഓരോ ഷോർട്ട് നോട്ടും നിങ്ങൾ 250 വേർഡ്സിലാണ് എഴുതേണ്ടത്.
സോ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പല യൂണിറ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. സോ ഷോർട്ട് നോട്ട് നമുക്ക് എല്ലാ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. നമ്മൾ എക്സാം പേപ്പർ സ്ട്രക്ചറിലേക്ക് നോക്കുന്ന സമയത്ത് 40% ആണ് സെക്ഷൻ 1 essay ക്വസ്റ്റ്യൻസ്, 40% സെക്ഷൻ 2 essay ക്വസ്റ്റ്യൻസും, ദെൻ ഷോർട്ട് നോട്ട്സ് വരുന്നത് 20% ആണ്. നെക്സ്റ്റ് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എക്സാമിന് എത്രത്തോളം തവണ ഓരോ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ്സ് ആണ്. അപ്പിയർഡ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ ആണ്. ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ഫോർ പാസിംഗ്. ഏകദേശം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്റെ 50% ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 3 സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ 2 സ്റ്റാർ മീഡിയം ഈൽഡ് യൂണിറ്റ്സ് ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ. 30% ടൈം ആണ് 2 സ്റ്റാർ യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ ഫൈനലി 1 സ്റ്റാർ ലോ ഈൽഡ് അപ്പിയേഴ്സ് ഒക്കേഷണലി ഗുഡ് ഫോർ കോംപ്രഹെൻസീവ് കവറേജ്. 20% ടൈം ആണ് നിങ്ങൾ ഈ ഒരു 1 സ്റ്റാർ ലോ ഈൽഡ് യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി ഓരോ യൂണിറ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കാം. യൂണിറ്റ് 1 ദ 18th സെഞ്ചുറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ, ജൂൺ 2024 ചോദിച്ചിട്ടുള്ളത്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 2 ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് കൊളോണിയൽ ഇക്കോണമി 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 3 മെർച്ചന്റ്സ് ആൻഡ് മാർക്കറ്റ്സ് 1757 to 1857 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 4 കൊളോണിയലിസം ആൻഡ് ട്രേഡ് 1857 to 1947 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 5 അഗ്രാരിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 6 പാറ്റേൺസ് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 7 ദ ക്വസ്റ്റ്യൻ ഓഫ് അഗ്രാരിയൻ ഗ്രോത്ത് ആൻഡ് സ്റ്റാഗ്നേഷൻ 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 8 കറൻസി 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 9 ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 10 കൊളോണിയൽ ഇക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 11 ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 12 ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ ഇക്കോണമീസ് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 13 ട്രൈബൽ സൊസൈറ്റീസ് ആൻഡ് കൊളോണിയൽ ഇക്കോണമി 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 14 ഡെമോഗ്രാഫിക് ചേഞ്ച് ആൻഡ് അഗ്രാരിയൻ സൊസൈറ്റി 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 15 ദ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 16 ക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 17 പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 18 എമർജൻസ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 19 ലേബർ ഇൻ കൊളോണിയൽ ഇന്ത്യ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 20 വിമൺ ആൻഡ് വർക്ക് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 21 ടെക്നോളജി സയൻസ് ആൻഡ് എംപയർ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്.
യൂണിറ്റ് 22 പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 23 ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 24 അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 25 ഗ്രോത്ത് ഓഫ് മോഡേൺ ബാങ്കിംഗ് സിസ്റ്റം 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 26 ഗ്ലോബലൈസേഷൻ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 27 ദ പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ലിബറലൈസേഷൻ ഇതുവരെയും എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ കാണിക്കുന്ന ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 3 ടു യൂണിറ്റ് 4 മെർച്ചന്റ്സ്, ബനിയാസ് ആൻഡ് ട്രേഡ് എന്നുള്ളത് 9 തവണ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ലിബറലൈസേഷൻ ആൻഡ് എക്കണോമിക് റിഫോംസ് എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അഗ്രാരിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എന്റർപ്രൈസ് എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് എടുക്കുന്ന സമയത്ത് ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമ്മൾ ലേൺവൈസ് ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ അത് നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത്, എന്തൊക്കെ കണ്ടന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. മെർച്ചന്റ്സ് ആൻഡ് മാർക്കറ്റ് 1757 ടു 1857 എന്നുള്ള ഏരിയയിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് റോൾ ഡിഡ് ദ ബനിയാസ് ആൻഡ് സറഫാസ് പ്ലേ ഇൻ ദി 17th ആൻഡ് ഏർലി 18th സെഞ്ചുറി ട്രേഡ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് ഡിസ്കസ് ദ ഡീക്ലൈൻ ഓഫ് സൂറത്ത് ആസ് എ ട്രേഡിംഗ് പോർട്ട്. Third one, write a short note on Hundis. Fourth one, write a short note on the rise of European private trade. Most repeated ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അഗ്രാരിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് എന്നുള്ള ഏരിയയിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് അനലൈസ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ്സ് ലാൻഡ് പോളിസി. സെക്കൻഡ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പെർമനന്റ് സെറ്റിൽമെന്റ്. Third one, write a short note on tenancy reforms. Next, colonialism and trade 1857 to 1947 എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി എക്സാമിൻ ദ എമർജൻസ് ഓഫ് ചെട്ടിയാസ്, മാർവാരീസ് ആൻഡ് ഷിക്കാർപൂരീസ് ഇൻ ദി 18th century. Second, write a short note on the pan-Asian bazaar economy. Then famines and epidemics എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റൈറ്റ് എ നോട്ട് ഓൺ എപ്പിഡമിക്സ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരിയഡ്. വാട്ട് വാസ് ദ കൊളോണിയൽ ഗവൺമെന്റ്സ് റെസ്പോൺസ് ടുവേർഡ് എപ്പിഡമിക്സ്? Second, write a brief note on famines in colonial India. How useful were famine codes? നെക്സ്റ്റ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, assess the nature of Indian economic growth in the first 3 5-year plans. Second, provide a brief account of the PC Mahalanobis plan. What were its long-term impacts? Next, land and tenancy reforms എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ, why were land reforms of post-independence India a success in Bengal and Kerala? Second, write a short note on abolition of zamindari. അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് വർ ദ ഫോക്കൽ പോയിന്റ്സ് ഓഫ് 1950 to 1980 ഇൻഡസ്ട്രിയൽ പോളിസി. സെക്കൻഡ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റവല്യൂഷൻ. ദെൻ ദ 18th century ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഏരിയയിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ദാറ്റ് ഈസ് ദ 18th century വാസ് എ സെഞ്ചുറി ഓഫ് അനാർക്കി ആൻഡ് ചാവോസ് എക്സാമിൻ. ദെൻ ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് കൊളോണിയൽ ഇക്കോണമി എന്നുള്ള ഏരിയയിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ്.
വന്നിട്ടുള്ളത് അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് എ ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ഇന്ത്യൻ ഇക്കോണമി. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പാറ്റേൺസ് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള ഏരിയയിൽ നിന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരിയഡ്? ഇത്രയാണ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് ലാൻഡ്വൈസ് ആപ്പിലെ PYQ UA ബുക്ക്ലെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മളെ PYQ UA ഡോക്യുമെന്റിൽ അവൈലബിൾ ആണ്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യുക. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെറ്റ് ഓഫ് പേപ്പർ ആണിത്. ടൈം 3 hours ആണ്. അറ്റംപ്റ്റ് എനി 5 questions ആണ്. 20 mark ഈച്ച്. സെക്ഷൻ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മേജർ ഹിസ്റ്റോറിയോഗ്രഫിക്കൽ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ കൊളോണിയൽ ഇന്ത്യൻ ഇക്കോണമി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ റോൾ ഓഫ് ബനിയാസ് ആൻഡ് സറഫ്സ് ഇൻ ദ പ്രീ കൊളോണിയൽ ട്രേഡിംഗ് ഇക്കോണമി. ഹൗ ഡിഡ് കൊളോണിയലിസം ഡിസ്ട്രപ്റ്റ് ദിയർ നെറ്റ്വർക്ക്? Question number 3. Critically assess the impact of commercialization of agriculture during the colonial period. Question number 4. Write a note on the causes and consequences of famines in colonial India. Question number 5. Write short notes on any two of the following. Option A, Herschel Committee. Option B, Decline of Surat. Option C, Tenancy Reforms. Option D, Early Census. Then section 2 ile aditha question. Question number 6. There is not much direct evidence of the decline of India's traditional industries. Discuss this statement in the context of the deindustrialization debate. Question number 7. Trace the emergence of Indian capitalist class during the colonial period. Question number 8. Evaluate the achievements and shortcomings of the first 3 5-year plans. Question number 9. What factors led to the economic reforms of 1991? Discuss their major consequences. Question number 10. Write short notes on any two of the following. Option A, Bert Hilgers and Company. Option B, Women and Work in Colonial India. Option C, Green Revolution. Option D, Bank Nationalization. Next, practice set B, surprise ready paper ആണ്. High probability questions include ചെയ്തിട്ടുള്ള രണ്ടാമത്തെ സെറ്റ് ഓഫ് പേപ്പർ ആണ്. അതിൽ സെക്ഷൻ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ critically examine the emergence of Chettiars, Marwaris and Shikarpuris as major trading communities. Question number 2. Analyze the British land revenue policies and their consequences for Indian agriculture. Question number 3. Indian currency system was intended to serve the colonial interest. Examine the statement. Question number 4. Write a note on epidemics during the colonial period and the colonial government's responses. Question number 5. Write short notes on any two of the following. Option A, permanent settlement. Option B, drain of wealth debate. Option C, Pan-Asian Bazaar economy. Option D, Epidemic Diseases Act 1897. Section 2 ile ആദ്യത്തെ question. Examine the growth of patterns of Bert Helgers Company and Birla Brothers as representative colonial enterprises. Question number 7. Critically assess the condition of the working class in colonial India. Question number 8. Provide a brief account of Mahalanobis plan. Assess its long-term impacts on Indian industrialization. Question number 9. Why were land reforms more successful in Bengal and Kerala? Discuss with a reference to political and ideological factors. Question number 10. Write short notes on any two of the following. Option A, abolition of Zamindari. Option B, industrial sickness. Option C, demographic change in colonial India. Option D, liberalization of Indian economy. ഇത്രയാണ് പ്രാക്ടീസ് സെറ്റ് ബിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രാക്ടീസ് സെറ്റിന്റെയും ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ അതെല്ലാവരും ചെക്ക് ചെയ്ത് പഠിക്കാം. അടുത്തതായി നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു ഫ്രെയിം വർക്കിലായിരിക്കണം ആൻസേഴ്സ് എഴുതേണ്ടത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 500 to 600 വേർഡ്സിലാണ് നമ്മൾ അതിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ ഒരു 2 to 3 സെന്റൻസിലാണ് എഴുതേണ്ടത്. അതിൽ നമ്മളോട് എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഡയറക്റ്റ് ആൻസർ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. കോൺസെപ്റ്റ് എന്താണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. ദെൻ അത് എന്തുകൊണ്ടാണ് ഇത്ര സ്കോപ്പ്, അതിന്റെ ഒരു മാറ്റർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതിയിരിക്കണം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ നെക്സ്റ്റ് മെയിൻ ബോഡി ആണ്. മെയിൻ ബോഡിയിൽ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ കണ്ടൻസ് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അടുത്ത പോയിന്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ മെയിൻ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. മെയിൻ ബോഡി കഴിഞ്ഞ നെക്സ്റ്റ് വരുന്നത് കൺക്ലൂഷൻ ആണ്.
കൺക്ലൂഷനിൽ നമ്മളിപ്പം ഇൻട്രൊഡക്ഷൻ എഴുതിയ പോലെ തന്നെ 2 to 3 സെന്റൻസിലാണ് എഴുതേണ്ടത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ മോഡേൺ റെലവൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് നമ്മൾ കൺക്ലൂഷനിൽ എഴുതേണ്ടത്. സോ എപ്പോൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്തും ഇതേ രീതിയിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി. ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ. ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ്, ഡിഫറെന്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലത് തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മറ്റു ചിലത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് തരും. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് നിങ്ങൾ അങ്ങനെ ആൻസർ ചെയ്യണം. അതിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ തിയറി എന്താണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ആൻസർ തിയറി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഹു, വെൻ, വാട്ട്. ആരാണ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് എന്താണ് തിയറി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിയറിയുടെ കോർ കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് എഴുതേണ്ടത്. SLM കൊടുത്തിട്ടുള്ള ടേംസ് തന്നെ നിങ്ങൾ എഴുതാം. ദെൻ തിയറിയുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതാം. ദെൻ തിയറിയുടെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്താണെന്നുള്ളത് എഴുതാം. ദെൻ ആ ഒരു തിയറി മോഡേൺ പ്രാക്ടീസുമായിട്ടോ റിലേറ്റഡ് തിയറീസുമായിട്ടോ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി എഴുതണം. ദെൻ ഡിസ്കസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ എഴുതണം. അതിൽ ഒരു പോസിറ്റീവ് വശം മാത്രം എഴുതാണ്ട് അതിന് നെഗറ്റീവ് വശം എന്താണ്, അതിൽ നമ്മളുടെ ഒരു ചരിത്രകാരന്റെ വ്യൂ മാത്രം എഴുതാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്കൂളുകൾ ആ ഒരു രീതിയിൽ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്, ആ രീതിയിൽ കൂടി നമ്മൾ ആൻസേഴ്സ് എഴുതണം. ദെൻ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഡീപ്പായിട്ട് കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ എഴുതാന്നുള്ളതാണ്. സോ ഈ രീതിയിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം മാനേജ്മെന്റിലേക്ക് വരുമ്പം ടോട്ടൽ 3 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉള്ളത്. ഇതിൽ 5 മിനിറ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്ന സമയത്ത് തന്നെ ഈസി ആണോ, ടഫ് ആണോ, മോഡറേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈസി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഈ രീതിയിൽ തന്നെ ആൻസേഴ്സ് എഴുതി പോവാം. ദെൻ 6 മിനിറ്റ് ആണ് നിങ്ങൾ ഓരോ ആൻസേഴ്സും അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഓരോ ആൻസേഴ്സും എഴുതി കഴിയുമ്പം നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം, മൊത്തം ആൻസേഴ്സ് ആ രീതിയിൽ നമ്മൾ എത്രത്തോളം ടൈം വെച്ച് സ്പെൻഡ് ചെയ്യണം എന്നാണ് ഈ 6 മിനിറ്റിൽ പറയുന്നത്. 6 മിനിറ്റിൽ നിങ്ങൾ ഓരോ ആൻസേഴ്സും അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും രീതിയിലുള്ള കറക്ഷൻസ് വേണ്ടിയിട്ടൊക്കെ റിവ്യൂ ചെയ്യുക. ദെൻ അവസാനത്തെ 15 മിനിറ്റ്സിലാണ് ഫൈനൽ റിവ്യൂ നടത്തേണ്ടത്. ഈ സമയത്ത് സ്മോൾ കറക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാം, ഒരിക്കലും റീറൈറ്റ് ചെയ്യരുത്. പിന്നെ നമ്മളിപ്പോൾ ഒരു 800 വേർഡ്സിൽ ലോങ് പാരഗ്രാഫിൽ ആൻസേഴ്സ് എഴുതുന്നതിനേക്കാളും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക 400 വേർഡ്സിൽ നിങ്ങൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതുന്ന ആൻസേഴ്സിനായിരിക്കും. സോ അതെല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഇവിടെ പ്രാക്ടീസ് സെറ്റ് എ, പ്രാക്ടീസ് സെറ്റ് ബി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇതിന്റെ ഒക്കെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മളുടെ ലേൺവൈസ് ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ലേൺവൈസ് ആപ്പിൽ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആണ്. Then complete PYQ UA booklet with all answer blueprints ഉണ്ടാവും. And personalized guidance on answer presentation and exam strategy. And access to additional high probability question bank. ഇപ്പൊ നിങ്ങൾ ഇതുവരെയും ലേൺവൈസിൽ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യുക. കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ലേൺവൈസ് ആപ്പിൽ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഉണ്ടാവും. ആൻഡ് കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഉണ്ടാവും. അതിന് പുറമെ തന്നെ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഓരോ ആൻസേഴ്സും എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് മെന്റർ സപ്പോർട്ട് ടു ക്ലാരിഫൈ ഡൗട്ട്സ് ബിഫോർ ദ എക്സാം. എക്സാമിന് തൊട്ട് മുന്നേ വരെ നിങ്ങളുടെ ഏത് രീതിയിലുള്ള ഡൗട്ടും നിങ്ങളുടെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ആക്സസ് ടു ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റം. ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. സോ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 7592939616 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. അവർ ടീം വിൽ ഗൈഡ് യു ത്രൂ എൻറോൾമെന്റ് ആൻഡ് ഹെൽപ്പ് യു പ്ലാൻ യുവർ പ്രിപ്പറേഷൻ. So all the very best for your term and examination. Thank you.
വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.